ഹായ് ഹലോ. ഇന്ന് ഞാനൊരു വീഡിയോ എടുത്ത് ആകെ കുളമൊക്കെ ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് പോകാം. നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. നമുക്കതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, തൈര്, നാരങ്ങ, ഇതാണ് എടുത്തേക്കുന്നത്. ഒരു 2.5 സ്പൂൺ തൈര് വേണം. ഫസ്റ്റ് നമുക്കൊരു 2 സ്പൂൺ തൈര് ഒഴിക്കാം. 2 സ്പൂൺ തൈരൊഴിച്ച് അതിലോട്ട് നല്ല പോലെ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല പോലെ അത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇതിലൊരു ട്രെൻഡിങ് വീഡിയോയിൽ നമ്മൾ നാച്ചുറൽ കുങ്കുമം ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു വീഡിയോ ആണ് ചെയ്തത്. അതിന് തൈരും നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ല നനവ് കിട്ടുന്ന രീതി വരെ ആക്കാം. അത് നല്ലപോലെ കുഴച്ച് നനവ് കിട്ടുന്ന രീതി വരെ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശായിട്ട് തൈര് ചേർക്കാൻ പാടുള്ളൂ. നമ്മളൊരു 2 സ്പൂൺ ആദ്യം ഒഴിച്ചു കഴിഞ്ഞു, ഒരു 1/2 സ്പൂണും കൂടി ഒഴിച്ച് നമുക്ക് ഒരു മയം കിട്ടുന്ന രീതിയിലാക്കാം. ഇനി ഒരു 1/2 സ്പൂൺ തൈരും കൂടി എടുത്തിട്ട് നമുക്കൊന്നും കൂടി നനവോടെ കുഴച്ചെടുക്കാം. പയ്യെ കുഴച്ച് കട്ടകളുള്ളതൊക്കെ അടർത്തിയെടുത്ത് നല്ല രീതിയിൽ നമുക്ക് ആക്കി വയ്ക്കാം. ഇങ്ങനെ നല്ല പോലെ കുഴയ്ക്കണം. അത് കഴിഞ്ഞ് ചെറുനാരങ്ങ നമുക്ക് മുറിച്ച് നീരെടുക്കാം. ഫസ്റ്റ് ഒരു 2 ചെറുനാരങ്ങ എടുത്തിരിക്കുന്നത്, അതിലൊരു ചെറുനാരങ്ങ മുറിച്ച് നമുക്ക് നല്ലപോലെ കുരു എടുക്കണ്ട, അല്ലാതെ നീര് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. ഓരോന്ന് പിഴിഞ്ഞ് നല്ലപോലെ ഒഴിക്കാം. ഒഴിച്ചിട്ട് അതും കൂടി നമ്മൾ മിക്സ്ഡ് ആക്കണം. ആദ്യത്തെ ചെറുനാരങ്ങയുടെ നീര് നല്ല അല്പം വലുപ്പമുള്ള ചെറുനാരങ്ങ ആയതുകൊണ്ട് അത്യാവശ്യം നീര് കിട്ടിയായിരുന്നു. ചെറുനാരങ്ങയുടെ നീര് പോലെ ഇരിക്കും നമ്മുടെ കുങ്കുമത്തിൻ്റെ കളറെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ ഞാനും ചെറുനാരങ്ങ 2 എണ്ണം എടുത്തു. നല്ല അത്യാവശ്യം നീരുള്ള ചെറുനാരങ്ങയായിരുന്നു. നന്നായിട്ട് അത് പിഴിഞ്ഞു ഒഴിച്ചു. 2 കൈക്കൊക്കെ ഞാൻ പിഴിഞ്ഞൊഴിച്ചു. നല്ലപോലെ പിഴിഞ്ഞു. ഇനി അതിൽ കുരുവൊക്കെ ഉണ്ട്, അപ്പോൾ കുരുവൊക്കെ ചെറുതൊക്കെ മാറ്റിക്കളയാം. പിഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തേക്കും ആക്കിയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ മിക്സാക്കാം. അപ്പോൾ അതിൽ കുരുവൊക്കെ ഉള്ളത് അങ്ങോട്ട് പെറുക്കി എടുത്തിട്ട് നല്ലപോലെ മിക്സാക്കാം. നല്ലപോലെ കുഴച്ച് മിക്സാക്കേണ്ടി വരും. നല്ലപോലെ അത് റെഡിയാക്കി ഇപ്പോൾ ഒരു നനവൊക്കെ ഉണ്ട്. ആ നനവിൽ തന്നെ നല്ലപോലെ കുഴച്ച് എടുക്കണം. നമ്മൾ 2 കൈക്കും കൂടി നമ്മൾ പുട്ടിന് പൊടി കുഴക്കും പോലെ കുഴച്ച് നല്ല തരിപ്പ് മാറുന്നത് വരെ, കട്ടയൊക്കെ മാറി നല്ല പൊടി പോലെ ആക്കി എടുക്കണം. നല്ലപോലെ കുഴച്ച് റെഡിയാക്കണം. നല്ലപോലെ ഞാൻ 2 കൈക്കൊക്കെ കുഴച്ച് നല്ലപോലെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തെടുത്തതായിരുന്നു. പക്ഷേ എന്തു പറ്റിയോ ആവോ, ഇനി എൻ്റെ കൂട്ടിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. ഞാൻ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തായിരുന്നു. പക്ഷേ ഇതിനി നമുക്ക് വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ച് ഉണയ്ക്കണം. ഇത് ഞാൻ നമ്മുടെ മുറ്റത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഞാനതെല്ലാം ഇതാക്കി വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. ഇനി അത് അവിടെ നിന്ന് ഉണങ്ങണം. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുങ്കുമത്തിൻ്റെ കളർ കിട്ടുമെന്നാണ് പറയുന്നത്. ഉണങ്ങാൻ വെച്ചു. നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് നോക്കിയത്. ഇത്രയും കളറേ എനിക്ക് വന്നുള്ളൂ. എൻ്റെ മിസ്റ്റേക്കാണോ എന്താ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. ഞാൻ അടുത്ത പ്രാവശ്യം കറക്റ്റ് ചെയ്തു